ഹലോ ഹായ്, ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഓൺ ഗ്രിഡ് സോളാർ എല്ലാവർക്കും വെക്കാനുള്ളൊരു വഴി, എന്താണ് അതിൻ്റെ മാർഗം എന്നെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ കാറ്റഗറിയിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. കാറ്റഗറിയിൽ ഏകദേശം ഒരു 3000 അതിന് മേലെയുള്ള ആൾക്കാരാണ് സാധാരണ സോളാർ വെച്ചാൽ നമുക്ക് ഉപകാരമുള്ളൂ. അപ്പോൾ ആ സമയത്ത് സോളാർ വെക്കാൻ കയ്യിൽ കാശില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിനുള്ളൊരു വഴിയാണെന്ന് പറയാൻ പോകുന്നത്. നാഷണലൈസ്ഡ് ബാങ്കുകൾ, നമ്മുടെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് സബ്സിഡി ഓൾറെഡി അവൈലബിൾ ആണ്. കൂടാതെ ലോണും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം? സബ്സിഡി എല്ലായിടത്തും നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും, കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് കമ്പനികൾ പറയും ലോൺ തരാം, നിങ്ങൾക്ക് സോളാർ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും അത്ര പെട്ടെന്ന് പ്രാക്ടിക്കലല്ല. കാരണം അതിനുള്ള കുറേ ക്രൈറ്റീരിയകളുണ്ട്. ബാങ്ക് ചെയ്യുന്ന കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയത് മെയിനായിട്ടുള്ളൊരു കാര്യം ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന ആൾക്ക് ബാങ്കിൽ അക്കൗണ്ട് വേണം. രണ്ടാമത് കറണ്ട് ബില്ല്, പർട്ടിക്കുലർ കറണ്ട് ബില്ല് ആളുടെ പേരിൽ ഉണ്ടാവണം. അതായത് അമ്മയുടെ അച്ഛൻ്റെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രായമായി കഴിഞ്ഞാൽ അവരുടെ പേരിൽ ലോൺ കിട്ടില്ല. കാരണം ടീച്ചറായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ലോണിന് വേണ്ടി പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ. അത് ആദ്യത്തെ പ്രൊസീജിയറാണ്. അതിനുശേഷം അവർ നമ്മൾ സാധാരണ നമ്മൾ ക്രെഡിറ്റ് ഹിസ്റ്ററി, അതായത് സിബിൽ ചെക്ക് ചെയ്യും. സിബിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി മാത്രമാണ് അവർ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സാധാരണ രീതിയിൽ അത് നോർമലി വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. കാരണം എല്ലാവർക്കും സാധാരണ ചെയ്യാവുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്നൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അത് 5 വർഷം വരെ അതിന് വാലിഡിറ്റി കൊടുക്കുന്നുണ്ട് ലോണിന്. അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ലോൺ അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 3000, 2500, 3000 റേഞ്ചിൽ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. സാധാരണ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് നമുക്ക് ലോൺ അടച്ച് പോയി 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്കത് ലാഭമായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. ലോണുകൾ നല്ല രീതിയിൽ അവർ 7% പലിശ വരുന്നത്. പലിശ വളരെ കുറവാണ്. ഈ പ്രൊസീജിയർ കുറച്ചുണ്ട്, അതൊന്ന് കടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്കുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ബാങ്കുകൾ ത്രൂ ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കാം. ഒരുപാട് കമ്പനികൾ ബാങ്ക് ത്രൂ ചെയ്യുന്നുണ്ട്. അവരുടെ ചതിയിൽ പെടാതിരിക്കുക. അവർ ചെയ്യുന്ന നല്ല കമ്പനികളല്ല എന്നല്ല, ചെയ്യുന്ന കമ്പനി ഏതാണ്, പ്രൊഡക്റ്റ് എങ്ങനെയാണ്, സർവീസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യും. നിങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എവിടെയായിരുന്നാലും കേരളത്തിൽ എവിടെയായിരുന്നാലും പോലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ക്രൈറ്റീരിയ നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ബാങ്കുകൾ വരുന്നില്ല, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൽ പോയി നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ലോൺ ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഈ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലഭിച്ച് കഴിഞ്ഞാൽ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമസ്കാരം.